ഇതില് എന്താണ് കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ബോച്ചയോട് പറഞ്ഞ കുറ്റബോധം ഇല്ലാതെ ഇപ്പോഴും ഇല്ലാന്നാ പറയുന്നത്. അപ്പൊ കിടക്കണോ കുറ്റബോധം? തോന്നണവരെ കിടക്കണം. ബോസിന്റെ കാര്യം ബോച്ചനെ എത്ര ഇതാക്കേണ്ട കാര്യമില്ല. കാരണം പല പല കേസുകൾ വരുന്നുണ്ട്. ബോച്ച കുറ്റബോധം ഇല്ലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ബോച്ചയുടെ ക്യാരക്ടർ എങ്ങനെയാണ്. കാരണം എല്ലാരോടും ബോച്ച അങ്ങനെയാണ് സംസാരിക്കണത്. തോന്നുന്നുണ്ടല്ലോ ഏത് രീതിയിൽ നഗ്നത എന്നല്ലല്ലോ ആള് ഹണി റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് പറയാൻ മാത്രമുള്ള ഡ്രസ്സിങ് അവരും ചെയ്യുന്നുണ്ട്. അതില്ലാന്ന് ഒരിക്കലും പറയില്ല. ഞാൻ വരുമാനം ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തായാലും തോന്നിയിട്ടുണ്ട്, ഒരുപാട് തോന്നിയിട്ടുണ്ട്. 14 ദിവസം ബോച്ച റിമാൻഡിലാണ്. അതാണ് എന്താ കേരളം കത്തി നിൽക്കുന്ന വാർത്ത. അത് കേട്ടപ്പോ ഫസ്റ്റ് എന്താ തോന്നിയത് അല്ലെങ്കിൽ കണ്ടപ്പോ? എന്ത് തോന്നാൻ അത് ചോദിച്ചാപ്പോ വസ്ത്രം കണ്ടില്ലേ എങ്ങനെ ഇടുന്നത്, എല്ലാവർക്കും എങ്ങനെ സംസാരിക്കാൻ കാര്യത്തിലാണ് ഇടുന്നത് അല്ലേ? എന്തൊക്കെ കാര്യത്തില് ഗോസിപ്പുകൾ വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോ അയാൾ പറഞ്ഞതിനെ ന്യായീകരിക്കല്ല. അപ്പൊ അവര് പറഞ്ഞു ഇഷ്ടമല്ല, അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിന്നെ സംസാരിച്ചത് മോശം തന്നെയാണ്. പക്ഷെ അതിനനുസരിച്ച് അവര് ഡ്രസ്സിങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അല്ല കേരളത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഏത് രീതിയിൽ നഗ്നത എന്നല്ലല്ലോ ആള് ഹണി റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അവരവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സിങ് ചെയ്യേ എന്താ ചെയ്തോട്ടെ. പക്ഷെ അതിനനുസരിച്ച് എത്ര പേര് പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ടല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരാളോ അല്ല പറയുന്നത്, ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അവര് ചെയ്ത് തെറ്റാണല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇയാള് ചെയ്തതും ബോച്ച ചെയ്തത് തെറ്റാണ്, ഹണി റോസ്റ്റ് ചെയ്തത് തെറ്റാണ്. അങ്ങനെ തെറ്റെന്നല്ല, അതിനനുസരിച്ച് പറയാൻ മാത്രമുള്ള ഡ്രസ്സിങ് അവരും ചെയ്യുന്നുണ്ട്. അതില്ലാന്ന് ഒരിക്കലും പറയില്ല. ഞാൻ ചോദിക്കണത് ഇപ്പൊ കേരളത്തിലത്തെ ലൈംഗിക ദാരിദ്ര്യം ഉപയോഗിച്ചിട്ടാണ് ഹണി റോസ് ഉദ്ഘാടനങ്ങൾ കണ്ടിന്യൂസ് ആയി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാമല്ലോ? ഒരുപാട് യോജിക്കും. അത്യാവശ്യം, കാരണം അങ്ങനെയാണ് ഡ്രസ്സിങ്, അങ്ങനെയാണ്. കുറച്ച് സ്ത്രീകളായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വരുന്നുണ്ടോ അങ്ങനെ ഒരു പരിപാടി? ഇപ്പൊ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം, ഒരു ഉദ്ഘാടനത്തിൽ വരികയാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അവിടെ വരുന്നത്? അല്ല, കാണാൻ വേണ്ടി അല്ല, സ്ത്രീകളല്ല. ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് പുരുഷന്മാർ അവിടെ കയറി വരുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് അവിടെ വരുന്നത്. അങ്ങനെ അതുപോലുള്ള ഡ്രസ്സിങ് ചെയ്യണം. അപ്പൊ ആൾക്കാരെ ഈ ആണുങ്ങളെ ചൂഷണം ചെയ്യുക ഇങ്ങനെ ഒരു തരത്തിലാക്കല്ലേ? ഒന്ന് നോക്കി അങ്ങനെയാണ്. പിന്നെ ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അത് സംസാരിച്ചെന്ന് പറഞ്ഞിട്ടും അങ്ങനെ സംസാരിച്ച് ആള് പിന്നെ അത് പറഞ്ഞത് തെറ്റാണ്. അത് പറഞ്ഞത് പണത്തിന് മുമ്പ് വെച്ചിട്ടാണ് ജയിലിൽ പോകില്ല, എന്നെ ചെയ്യാനും എന്നെ തൂക്കിലേറ്റാനോ അല്ലെങ്കിൽ നിയമത്തിനൊന്നും പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള ലെവൽ കൊണ്ടാണോ അയാൾ ബോച്ച പറഞ്ഞ വ്യക്തി വീണ്ടും റിപ്പീറ്റ് ആയി ഇങ്ങനെ പറയാൻ കാരണം വിചാരിക്കുന്നുണ്ട്? ഇപ്പോ ആവാം, അല്ലാണ്ട് ഇപ്പോ സാധാരണ ഒരാൾ അങ്ങനെ പറയില്ലല്ലോ. സാധാരണക്കാരനോട് പറഞ്ഞ സാധാരണക്കാരൻ അതോട് ഉപേക്ഷിക്കും ചിലപ്പോ. ഉറപ്പല്ലേ, ചോദിക്കില്ല. അല്ല, ഈ ഹണി റോസിന്റെ വസ്ത്രധാരണ ബ്രോക്ക് വളരെ മോശമായിട്ടാണോ തോന്നുന്നത്? വളരെ മോശമായിട്ടാണോ? വളരെ മോശം വളരെ മോശം ഞാൻ പറയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം വരുമാനം ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തായാലും തോന്നിയിട്ടുണ്ട്, ഒരുപാട് ഇതേപോലെയുള്ള ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കാർ മൊത്തം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഹണി റോസ് എന്നല്ല ലിച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഇതേപോലെ ഉണ്ട്. അങ്ങനെയുള്ള ഞാൻ എല്ലാവരും അഭിപ്രായം പറയാനൊന്നും ഞാനല്ല. പക്ഷെ ഇതിങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളതിനെ പ്രതികരിക്കും. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പറയും, അത്രേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ പാരടി കേസിൽ ഇപ്പൊ നിലവിൽ പാരടി ഭാഗത്ത് അത് പറയണത് അങ്ങനെ ഇപ്പൊ ഞാൻ ഇന്നൊരാളുടെ ഭാഗത്തു നിന്നും പറയാം. ബോച്ച 14 ദിവസം റിമാൻഡിൽ കിടക്കണമെന്ന് ബ്രോ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുടെ നാക്കിൽ ലൈസ് എന്താണ് ലോക്ക് ഇടണത് പറയുന്ന പല കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നാക്ക് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ചില സമയങ്ങളിൽ, പല സമയങ്ങളിലും നമുക്ക് ഈ പറഞ്ഞ പോലുള്ള സംസാരങ്ങൾ ഓരോ വേദികളിൽ ഞാൻ പലപ്പോഴും നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ, ഓരോ വേദികളിലും അതേപോലെ സംസാരിക്കണ കുറേ കാര്യങ്ങൾ നമ്മള് എന്നുവെച്ചാൽ ഒരാളെ അങ്ങനെ നൈസായിട്ട് ഒരു സംസാരിക്കില്ലേ, പെട്ടെന്ന് എടുത്ത് അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് മോശമാണ്. സ്ത്രീകളോട് സംസാരിക്കുന്ന മോശം തന്നെയാണ്. അപ്പൊ ഇന്നലെ ആള് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കമന്റ് പറഞ്ഞത് കുറ്റബോധം ഉണ്ടോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. കുറ്റബോധം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാൾക്ക് ജയിലിൽ കയറിയിട്ട് കുറ്റബോധം ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കുറ്റബോധം വരുന്ന വരെ ജയിലിൽ കിടക്കണം എന്നാണ് പലരും പറഞ്ഞത്. അങ്ങനെ അതിനോട് ചോദിക്കുന്നുണ്ട്, കുറ്റബോധം വരുന്ന ഒരാൾക്ക് ആ ഫീല് തോന്നണം, ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നാക്കിന്റെ സംസാര രീതി കുറച്ച് മാറ്റണ വേറെ കെടുക്കണം, ജയിലിൽ കിടക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മളതിന് അങ്ങനെ പറയാൻ നമ്മൾ എന്തായാലും ആളില്ല. അപ്പോൾ അതിന് കോടതിയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം. പേഴ്സണലി നമുക്ക് നമ്മളിപ്പോൾ ഒരാളുടെ ഇതിലേക്കായിട്ട് ഇടപെടേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ അതിനോടൊരു ഉത്തരം നമുക്ക് തരാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടായത് രണ്ട് തരത്തിൽ നോക്കിയാൽ ഇവിടെ ആയാലും അവിടെ ആയാലും എനിക്ക് രണ്ട് തരത്തിലായാലും ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരാളുടെ ഭാഗം മാത്രമായിട്ട് ന്യായീകരിക്കാനോ പറയാനോ പറ്റില്ല. ഉണ്ടായിരുന്നു. ഇന്ന് ബോച്ചയുടെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല?
കണ്ട അത് കണ്ടപ്പോ എന്താ തോന്നിയത്? വിഷമം മൂത്തയാള് കഴപ്പൊക്കെ കാണിക്കണം, അതിന് കിട്ടിയ എന്ത് പറയാ പൈസ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ശരിയാണോ? ഇപ്പൊ ഇതിനെക്കാട്ടി പല രീതിയിലുള്ള പല അത് കത്തിട ഇറക്കണ്ട, കത്തിട്ടോ അകത്തിരണോ? 14 ദിവസമല്ല, ജീവിതകാലം മൊത്തം ഇറണമെന്നാണ് പറയണത്. എത്രയും ദിവസം ഇടുവല്ല, 6 മാസമൊക്കെ ഇടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. 2-3 കൊല്ലം കിട്ടോ. അല്ല, ഈ ദ്വയാർത്ഥ പ്രയോഗം മാത്രമാണ് അയാൾ ചെയ്തില്ല, അതിനെതിരെ എത്ര അധികം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം അയാളുടെ കമ്പനി കൊണ്ട് ഒരുപാട് കേരളത്തിലെ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലും കുറെ സ്ഥാപനങ്ങളുണ്ട്. അത് അയാളുടെ വരുമാനം കൊണ്ട് ഇന്ന് കുറെ മലയാളീസ് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഒരു ദ്വയാർത്ഥ പ്രയോഗം അല്ലെങ്കിൽ ഡബിൾ മീനിങ് കൊണ്ട് അയാൾ എത്ര 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണം വിചാരിക്കുന്നുണ്ടോ? പിന്നെ കൊറേ പൈസയുടെ കുത്തി കുഴപ്പല്ലേ? അല്ലേ അല്ലെന്ന് പറയോ? മറ്റാൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ എന്തുവേലും ചെയ്യാനും ഉപദ്രവം ഉള്ളതുകൊണ്ടാണല്ലോ ഒരാളെ അതേപോലെ കേസ് കൊടുത്തത് അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റണ്ട, തെറ്റില്ല. പക്ഷെ ഇത് കൂടുതലാണോ വിചാരിക്കുന്നുണ്ട്? കൂടുതലാ, എനിക്കിത് കുറവായിട്ടാ തോന്നിയത്. എത്ര ദിവസം എന്നാണ് ബ്രോഡ് അഭിപ്രായം? ദിവസ കണക്കൊന്നുമില്ല, ഇതൊക്കെ എന്താണ് ഇത്? വെറുതെ അയാൾ 2 ദിവസം കഴിയുമ്പോ പുറത്തിറങ്ങും, പൈസ ഇത് കാണണം. എന്തായാലും 14 ദിവസം ഇട്ടില്ലാന്നാ ബ്രോക്കോ പറയുന്നത്? 14 ദിവസം 14 ദിവസം ഇപ്പൊ നിലവിൽ 14 ദിവസം റിമാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. 14 ദിവസം കഴിഞ്ഞ് ഇടില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, എനിക്ക് തോന്നണില്ല. തോന്നുന്നില്ല 14 ദിവസം ആള് ജയിലിൽ കിടക്കും തോന്നുന്നില്ല. 14 ദിവസം ജയിലിൽ കിടക്കുമായിരിക്കും, അത് കഴിഞ്ഞ് കിടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ബോച്ചനെ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ 14 ദിവസം റിമാൻഡിലാന്ന് അറിയോ? ബോച്ച അറിയോ? കേട്ടാ? അപ്പൊ ഈ വാർത്ത കേട്ടപ്പോ എന്ത് തോന്നി? അയാള് പറഞ്ഞതിനല്ലേ റിമൈൻഡ് ചെയ്ത്. അയാള് അനുഭവിക്കേണ്ടതാണ്. 14 ദിവസമായി. ചിലര് പറഞ്ഞ് 14 ദിവസം പോരാ, അതിന് കൂടുതൽ എടുക്കണം എന്നാ പറയുന്നത്. 14 ദിവസമൊക്കെ മതി. 14 ദിവസം. ഇത് ഒരു ലേഡി നല്ല കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേരളത്തിന്റെ ചരിത്ര വിജയം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, ചരിത്ര വിജയമൊന്നുമല്ല. ഇപ്പൊ ബോച്ചനെ അപ്പൊ സാധാരണക്കാരനൊന്നുമില്ലല്ലോ. അല്ല, പണത്തിന് നിയമം ഉണ്ടാവില്ല എന്ന രീതിയിൽ ഇതിലല്ലേ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഒരു പണച്ചാക്ക് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വലിയ ആളൊക്കെ ഒരു കേസില് വന്നപ്പോ അവനെ റിമാൻഡ് ചെയ്ത. ഇപ്പൊ നോർമൽ വേറൊരു ഇതാണെങ്കിൽ റിമാൻഡും കാര്യങ്ങളൊന്നും വരില്ല. ഇതിന് കൂടുതൽ കിട്ടണം വിചാരിക്കുന്നുണ്ടോ? 14 ദിവസം പോരാ, 10 ദിവസം, 1 മാസം കഴിഞ്ഞ് കിടക്കണം. 1 മാസം കിടന്നല്ലേ ഈ ഡബിൾ മീനിങ്ങിലെ വർത്താനം കുറയ്ക്കുള്ളൂ വിചാരിക്കുന്നത്. ഈ ഡബിൾ മീനിങ് കൂടുതലാണല്ലോ. ഡബിൾ മീനിങ് കുറക്കണോ? ആള് ഇന്നലെ കമന്റ് ചെയ്ത് പറഞ്ഞാല് ഇതില് എന്താണ് കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ബോച്ചയോട് പറഞ്ഞ കുറ്റബോധം ഇല്ലാതെ ഇപ്പോഴും ഇല്ലാന്നാ പറയുന്നത്. അപ്പൊ കിടക്കണോ? കുറ്റബോധം തോന്നണവരെ കിടക്കണം. റോബി വാർത്ത തന്നെ ഉണ്ടായിരുന്ന 14 ദിവസം ബോച്ച റിമാൻഡ് ചെയ്ത്. കണ്ടപ്പോ എന്താ തോന്നി? കണ്ടപ്പോ ബോച്ച നമ്മുടെ മച്ചാനാണ് ഒന്നാമത്തെ കാര്യം. അണിറോസിന്റെ കാര്യം ബോച്ചനെ എത്ര ഇതാക്കേണ്ട കാര്യമില്ല. കാരണം പല കേസുകൾ വരുന്നുണ്ട്. ഇതില് ബോച്ചനെ മാത്രം ഇതാക്കണ കാര്യമില്ല. എത്ര ആൾക്കാർ ഇങ്ങനെ വെറുതെ തോന്നിയ ദിവസം പറഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ? ബോച്ചനെ മാത്രം ഇതാക്കിന് ഇതുണ്ട്. കാരണം എത്ര പൈസ ഉണ്ടായിട്ടും ആൾക്ക് ഒരു കാര്യം ഇല്ലാണ്ടായി പോയി. പക്ഷെ ന്യായം അണിറോസിന്റെ ഭാഗത്താണെങ്കിൽ നമുക്കൊന്നും പറയാനും പറ്റൂല. ഇപ്പൊ പലരും പറഞ്ഞത് പണത്തിന്റെ കുത്തിക്കഴപ്പാന്ന രീതിയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് പറയാൻ ബോച്ചയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാ. പിന്നെ ആള് ഇപ്പൊ അത് കാര്യമാക്കി എടുത്ത് കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആളും എപ്പോഴും ഓപ്പണാണ്. എപ്പോഴും ഓപ്പണാ. പക്ഷെ ചില കാര്യങ്ങൾ ചില കാലത്ത് നമുക്ക് ഒരാളും മറ്റുള്ളവർക്ക് വേദന രീതിയിൽ വർത്താനം പറയുന്നത് ശരിയാണോ? ശരി, ആള് കേസ് കൊടുത്തിട്ട് എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് വർത്താനം മോശമായി. ശരി, മോശമാണ് സംഭവം, മോശമാണ്. അപ്പൊ അതിനെതിരെ ഇപ്പൊ 14 ദിവസം റിമാൻഡിൽ ഇട്ടെന്ന് പറയുന്നത് 14 ദിവസം റിമാൻഡിലുള്ളത് ശരിയാണോ തെറ്റാണോ? അത് ആ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണ്. ബ്രോ ആരുടെ ഭാഗത്ത് ചിന്തിക്കാം? പെണ്ണിന്റെ ഭാഗത്ത് ചിന്തിക്കാതെ നമ്മുടെ ശരി പറയാം, ബോച്ച നമ്മുടെ ഒരു ആരാധനാണ്. ഇപ്പൊ ബോച്ച ആരുടെ ഭാഗത്താണ് അറിയണ്ടേ? ബോച്ചയുടെ ഭാഗത്താണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വർത്താനം വെച്ച് നോക്കുമ്പോ പെണ്ണിന്റെ ഭാഗത്ത് നിൽക്കേണ്ടി വരും. കാരണം പെണ്ണിന്റെ അണിറോസിന്റെ ഭാഗത്ത് നിൽക്കേണ്ടി വരും. അതാണ് ഇപ്പത്തെ ലെവല്. അപ്പൊ ഇപ്പൊ അതേപോലെ തന്നെ ഇന്നലെ ആളുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോച്ചോട്. ഇപ്പൊ കുറ്റബോധം ഇല്ലാന്നാണ് കമന്റ് ചെയ്തത്. കാരണം ബോച്ച കുറ്റബോധം ഇല്ലെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബോച്ചയുടെ ക്യാരക്ടർ എങ്ങനെയാണ്. കാരണം എല്ലാരോടും ബോച്ച അങ്ങനെയാണ് സംസാരിക്കണത് അല്ലേ? പിന്നെ പ്രത്യേകിച്ച് ബോച്ചയ്ക്ക് കുറ്റബോധം ഉണ്ടാവില്ല. കേൾക്കണം നമുക്ക് ആ കുറ്റബോധം ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ വർത്താനം കുറക്കാൻ വേണ്ടിയിട്ടാണ് 14 ദിവസം റിമാൻഡിൽ. അപ്പൊ കുറ്റബോധം ഉണ്ടാവണവരെ കിടക്കണം എന്നാണ് അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? കുറ്റബോധം നിലവിലേക്ക് കുറ്റബോധം ഉണ്ട് എന്ന് പറയണ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ മൂവ് ചെയ്യേണ്ടി വരും.